ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ 7th ചാപ്റ്ററായ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. നെക്സ്റ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ നമ്പർ സിസ്റ്റം ഡിജിറ്റലിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വരുന്നത് യൂഷ്വലി കമ്പ്യൂട്ടേഴ്സ് അങ്ങനത്തെ കേസിലൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു സപ്പോസ് നമുക്കൊരു കമ്പ്യൂട്ടറിലൊരു ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദ കമ്പ്യൂട്ടർ വിൽ സ്റ്റോർ ദ ഡാറ്റ ഇൻ ദ ബൈനറി ഫോം, ബൈനറി നമ്പേഴ്സ് ആൻഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 0 and 1. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഏത് ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്നത് രജിസ്റ്റേഴ്സ് എന്ന് പറയും. കമ്പ്യൂട്ടറിൽ നമ്മൾ അതിൻ്റെ ഈ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് മൈക്രോ പ്രോസസ്സറിലാണ്. ഈ മൈക്രോ പ്രോസസ്സറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ പാർട്ടിനെ നമ്മൾ രജിസ്റ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ രജിസ്റ്റേഴ്സിൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് 0s and 1s ആയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 2 ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സി ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വെദർ 0, 1 അത് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു കണ്ടിന്യൂസ്ലി വാരിയിങ് ആണ്. പക്ഷേ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഡിവൈസസ് ആണ്. അപ്പോൾ അതിന് 2 പൊസിഷനുള്ളൂ. ഐദർ ദ ഔട്ട്പുട്ട് വിൽ ബി 1 or the output will be 0, or either the output will be on or the output will be, there will not be any output. അങ്ങനത്തെ 2 കണ്ടീഷൻസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഡിവൈസാണ് നമ്മളിതുപോലെ 0s and 1s ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഒരു ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് 1ന് കറസ്പോണ്ടിങ് ആയിരിക്കും. അതുപോലെ 0 ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ബൈനറി ഡിജിറ്റ് ആയിട്ടുള്ള 0 എടുക്കുന്നത്. അല്ലെങ്കിൽ അതെന്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 will be a high voltage and the 0 will be a low voltage. that is the പോസിറ്റീവ് ലോജിക് എന്ന് പറയും ഇതിന്. അതായത് പോസിറ്റീവ് ലോജിക്കിൽ നമ്മളെല്ലാ അല്ല പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ഒക്കെ 1, നെഗറ്റീവ് നമുക്ക് വരുന്ന ലോ ക്വാണ്ടിറ്റീസ് ഒക്കെ 0 ആയിട്ട് എടുക്കും. നെഗറ്റീവ് ലോജിക് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യാറുള്ളത് പോസിറ്റീവ് ലോജിക്. നെഗറ്റീവ് ലോജിക്കിൽ ഈ ലോജിക്ക് റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഹൈക്ക് 1 പറയുന്നത് അവിടെ ഇവിടെ എന്തായിരിക്കും, നമുക്ക് ഹൈക്ക് അവിടെ 1 ആണെങ്കിൽ ഇവിടെ ഹൈക്ക് 0 ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്യുന്ന നമ്പർ സിസ്റ്റംസ് നമ്പേഴ്സ് എല്ലാം പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് സിമ്പിൾ, ഫസ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സിമ്പിൾസ് ഫോമിങ് നമ്പേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സിമ്പിൾസ്, ഇപ്പം നമ്മൾ 1 to 123 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ്, ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസാണ്. ദെൻ എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് മേ ബി യൂസ്ഡ് ടു ഫോം നമ്പേഴ്സ് ഫ്രം ദീസ് സിമ്പിൾസ്. അപ്പോൾ ഈ സിമ്പിൾസിൽ നിന്ന് നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കുന്ന കുറേ റൂൾസ് ഉണ്ടായിരിക്കും ആൻഡ് അസൈൻ ടോട്ടൽ വാല്യൂസ് ടു ദം. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിവിടെ ഈ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റൂൾ ഫോളോ ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വാല്യൂ വരണമെങ്കിൽ ഞാനിവിടെ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 1s പ്ലേസിലാണ്, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10s പ്ലേസിലാണ്, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100s പ്ലേസിലാണ്. അപ്പോൾ വേറൊരാൾ ഇതിന് 3 to 1 എന്ന് എഴുതിയിട്ട് അതിന് ഞാൻ ഉദ്ദേശിച്ച ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമുക്കൊരു അതിൻ്റെ ഗവേൺ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസിനെ ഒബേ ചെയ്തിട്ടായിരിക്കും ഈ നമ്പർ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദെൻ ദ തേർഡ് വൺ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ പെർഫോമിങ് കോമൺ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഇൻ ദിസ് നമ്പർ സിസ്റ്റം. ഒരു നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ ഒരു പെർട്ടിക്കുലർ റൂൾ വെച്ചിട്ടായിരിക്കും ഓരോ കേസിലും നമുക്ക് അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 1 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2. അപ്പോൾ അതുപോലെ ആയിക്കൊള്ളുന്നില്ല വേറൊരു നമ്പർ സിസ്റ്റം. ഇപ്പോൾ 1 into 2 = 2 ആണെങ്കിൽ വേറൊരു നമ്പർ സിസ്റ്റത്തിൽ സപ്പോസ് ബൈനറിയിൽ നമുക്ക് 1 into 2 എന്ന് പറയുന്ന ഒരു കേസിന് ഓപ്ഷൻ ഇല്ല. ഓരോ കേസിലും അതിന് ഓരോ റൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെസിബൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയേണ്ട. അതിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ നമ്പർ സിസ്റ്റത്തിൽ 10 സിമ്പിൾസ് വി ആർ യൂസിങ് 0 to
9. ഇനി അതിലെ ഈ കോമ്പിനേഷൻ എനി കോമ്പിനേഷൻ ഓഫ് ദീസ് 10 ഇൻറ്റീജേഴ്സ് ടുഗദർ വിത്ത് എ പ്ലസ് ഓർ മൈനസ് സൈൻ പ്ലേസ്ഡ് അറ്റ് ദ ലെഫ്റ്റ് ഈസ് എ വാലിഡ് ഇൻറ്റീജർ ഇൻ ദിസ് നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതിൽ നമുക്കൊരു റൂളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ സൈന് ഈ ഒരു സൈഡിലിടണം, ലെഫ്റ്റ് സൈഡിലിടണം, എന്നിട്ട് നമ്പേഴ്സ് എഴുതണം. നമ്പേഴ്സ് എഴുതുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 242 എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 243 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നമ്പർ, ഇപ്പം നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പറയുന്ന നമ്പർ അത് ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 243 ആയിരിക്കും എന്നൊക്കെ നമുക്കറിയുന്നതാണ്. ഇതൊക്കെയാണ് അതിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെയ്റ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ് ആണ്. അപ്പോൾ ഈ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയ നമ്പറിൽ 243 എന്നുള്ള നമ്പറിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3ൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3ൻ്റെ പൊസിഷണൽ വാല്യൂ വൺസ് പ്ലേസ് ആണ്. ആ വണ്ണിനെ നമുക്ക് അതിൻ്റെ ബേസ്, ഈ ഒരു നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് അതിൻ്റെ ബേസ് 10 നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് സിമ്പിൾസ് 10 ആയതുകൊണ്ട് അതിൻ്റെ ഇറ്റ് ഈസ് കോൾഡ് ദിസ് ബേസ് 10 സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസ് 10 സിസ്റ്റം ആയതുകൊണ്ട് അതിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയാം, ബിറ്റ് അല്ല ഡിജിറ്റ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിജിറ്റിൽ ഇപ്പോൾ 243 എന്ന് പറയുന്നതിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁻1 ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷണൽ വാല്യൂ 10⁻1 ആണ്. സോ ദ വെയിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 4 × 10⁻1, അതായത് 40 എന്ന് പറയും. ഈ 2ൻ്റെ വെയിറ്റ് പൊസിഷണൽ വാല്യൂ 10⁻2 ആണ്. സോ ദ ടോട്ടൽ വാല്യൂ വെയിറ്റ് വിൽ ബി ഈക്വൽ ടു 2 × 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്ന് വരും. ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ കാണുന്നത് ഫ്രം ദ വെയിറ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ്. അപ്പോൾ അതുപോലെ സപ്പോസ് ഒരു പോയിൻറ്റ്, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ 685.73. അപ്പോൾ നമുക്കറിയാം 5ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി സപ്പോസ് നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ വാല്യൂ 0.7ൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 10⁻⁻1 ആണ്. അപ്പം 7ൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 7 × 10⁻⁻1, അതായത് 0.7 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ദെൻ ദ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻2 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 10⁻2. അപ്പോൾ ഈ അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡെസിമൽ നമ്പർ ഇതെല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നമുക്ക് എന്തായിരിക്കും? 685.73. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ വെയിറ്റ് വാല്യൂ നമുക്ക് മീനിങ് ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് അതിൻ്റെ ഓരോ കേസിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്പർ സിസ്റ്റം where the weight of a digit depends on its relative position within the number are known as positional number system. A number system where the weight of a digit depends on its relative position within the number, and that they are known as the positional number system. അതിൻ്റെ പൊസിഷൻ്റെ ഓരോ ഇതിലോരോ സിമ്പിൾസിന് നമ്മൾ പറയുന്ന ഓരോ ഡിജിറ്റ് എന്നാണ്. അപ്പോൾ ആ ഡിജിറ്റിൻ്റെ വാല്യൂ എന്താണ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു ജനറലൈസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു നമ്പർ സിസ്റ്റത്തിന് ഒരു ബേസ് ഉണ്ടായിരിക്കും. ആ ബേസ് ഇവിടെ 10 ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഇനി സപ്പോസ് നമുക്ക് വി ഹാവ് എ നമ്പർ ലൈക്ക് ദീസ് I1 I2 I3 IK എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ദെൻ F1 F2 F3 എക്സെട്ര F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ നമുക്കുണ്ട്. ഐസും എഫ്സും ഡിജിറ്റ്സ് ആണ്. ഡിജിറ്റ്സ് ആ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് ആണെങ്കിൽ ദിസ് നമ്പർ മേ ബി എക്സ്പാൻഡഡ് ടു ഗെറ്റ് ഇറ്റ്സ് വാല്യൂ ആസ്, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദ ബേസ് ഓഫ് ദി ബേസ് ഈസ് ഹിയർ, ബേസ് ഈസ് ബി എന്ന് പറഞ്ഞ ലെറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ സോ യു ക്യാൻ സീ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഈസ് ഒബ്റ്റെയിൻഡ് ആസ്, നമുക്ക് ഇവിടെ പൊസിഷൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരുന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്കയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് b⁻0. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ദിസ് പോയിൻ്റ് ഈസ് നോൺ ആസ് ഡെസിമൽ പോയിൻറ്റ്. ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഡിജിറ്റിൻ്റെ വാല്യൂ വെയിറ്റ് ആണ് b⁻0 എന്ന് പറയുന്നത്. അടുത്തത് b⁻1. അങ്ങനെ വന്ന് നമുക്ക് ഇവിടെ I1ൻ്റെ പൊസിഷൻ്റെ വാല്യൂ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ ടോട്ടലി k വാല്യൂ ആണെങ്കിൽ ഇവിടെ b⁻k−1 ഉണ്ടായിരിക്കും. ഇപ്പം നോക്കി നോക്കുക, ഇപ്പം 123 ആണെങ്കിൽ ഇവിടെ 10⁻0 ആണ്. ഇവിടെ ഇത് ഫസ്റ്റ് വാല്യൂ ആണ്. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണ്. അപ്പോൾ ടോട്ടലി
ഇവിടെ 10⁻0 പൊസിഷണൽ വാല്യൂ, ഇവിടെ 10⁻1 ആയിരിക്കും, ഇവിടെ 10⁻0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I1-ൻ്റെത് ടോട്ടൽ 3 ആണുള്ളത്, അതിൽ നിന്ന് 3 - 1 അതായത് 2 കിട്ടും നമുക്ക് പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ I1 b⁻k−1 നിന്നു. അതുപോലെ നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പറിൻ്റെ ഫസ്റ്റ് പ്ലേസ് പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ b⁻−1 ആണ്. ദെൻ b⁻−2 എക്സെട്ര ആ ഓർഡറിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ Fn ഉണ്ടെങ്കിൽ Fn-ൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് b⁻−n ആണ്. ഈ രീതിയിലായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു നമ്പർ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ദ നമ്പർ കാണാൻ പറ്റുക. ഇഫ് ബി ഈസ് ദ ബേസ് ഓഫ് ദി നമ്പർ എന്ന് പറയാൻ പറ്റും. Then we have different types of number system. The binary number system, it consists of two digits, two symbols, 0 and 1, and so its base is 2. Then we have ternary number system where the symbols are 0, 1, 2, so it has a base 3. Then in octal we have 8 is the base number, the symbols are 0 to 7. Then in the usual decimal number system we have 0 to 9, 10 is the base. Then the last one is the hexadecimal number system. You can see that is in which we are using 16 symbols from 0 to 9 in these digits, and A, B, C, D, E, F, these letters we are using. And this usually A stands for the decimal 10, B stands for decimal 11, and C stands for decimal 12, D for 13, E for 14, and F for 15. So 0 to 15 means 16 symbols. So calculator, you can see the conversion of all these numbers from one system into another. You can try with your calculator. Now we have to deal with the binary number system. That is the importance of binary system is that it is the number system which governs the logic of the computers, or usually microprocessors, and the symbols used in these are 0 and 1, and these symbols are called bits. That is the name for 0 and 1 because it is a binary digit, and that the symbol stands for bit. Bit is binary digit. So digit in all cases we can say it as a digit, but usually digit stands for a decimal number system, and bit is the digit in the binary number system. And the base of this number system is 2, and this system is called binary because it allows only 2 symbols, that all you know. And the digits are 0 and 1, that is the bits are 0 and 1. And suppose we have to represent 2, then the first one binary, our decimal 0 in binary also it is 0, our decimal 1 in binary it is also 1. Then so the number, first number we have written as 0, decimal 0 can be written as here decimal 0 we have written it as a 0 here. Then decimal 1 here also it is 1 because we have 2 digits. Then suppose we want to write 2, then we have no separate digits for 2, so we use 2 bits to represent it, and it will be 1 0. Then 3 will be equal to 1 1. Then 4 will be equal to this, no choice for next change in this digit, so we have to represent it with 3 bits. 4 equal to 1 0 0, then 5 is equal to 1 0 1, then 6 you can represent it as 1 1 0, then 7 you can represent it as 1 1 1. Then what will be 8? Again 8 will be equal to, we have all 3 ones are filled in the 3 positions, so 8 will be equal to 1 0 0, etc. So this is a method for writing. So it is not possible to write continuously write all the numbers in this mode. Suppose we want to find a particular number in the we want to convert a particular number into binary, so we have to find out different methods to convert these binary numbers into decimal numbers into binary, and vice versa. Now the positional value, suppose we have a number like this 1 0 1 0 1,
So the positional value of this number you can write like this. The positional value here it is 2 raised to 0, here it is 2 raised to 1, 2 raised to 2, 2 raised to 3 and 2 raised to 4. So this is the least significant bit, and this is the most significant bit. So this is the weight value for each bits in this case, in the case of binary numbers. So the positional values will be of the order of 2 raised to 0, that is equal to 1, then 2 raised to 1, the value is 2, 2 raised to 2, that is equal to 4, 2 raised to 3, that is equal to 8, 2 raised to 4, 16, then 32, etc. from here to here. So the weight values corresponds from left to this, from the least significant bit to the most significant bit is 1, 2, 4, 8, 16, etc. Okay. Now suppose we want to convert a number 45 to binary. So one of the method we can employ is how to express 45 as 32 plus 8 plus 4 plus 1 as the sum of these weight values in the binary numbers. Then so the 32 is here. The next place value in the case of binary number is 16, but there is no 16 here. So we put values here. Whether it is 64 here, then we put no. Whether here 32, then we can put yes here. 16, no here. 8 is there, so yes. Then 4 is there. Then no 2 comes here. Then 1 comes here. So the corresponding binary number you can express like this. So here it corresponds to 1, then here it is 0, then here you can put 1, then here it is, so here also 1, then there is no 16, so you can put 0, then here 132 is there, so you can put 1 here. That is one of the method, and this method is also a little bit time consuming, so we can have different simple methods to find out the methods to convert the decimal number to binary. Similarly, another number 77 you can express like this. It is 64 plus 8 plus 4 plus 1. Like that you can put yes, no here in the place value positions. So the number will correspond to, you can put here 1, 0, 0, 1, 1, then 0, 1. So that is the number corresponding to 77. And next in the next class we can discuss the conversion of binary number to decimal numbers. We have two different methods, and that is the easiest method to follow. So we can discuss it in the next video.